അവിടെ നമ്മൾ കുഞ്ഞിൻ്റെ കാൽവെള്ളയിലാണ് നുള്ളേണ്ടത്. കാൽവെള്ളയിൽ നല്ലതുപോലെ നുള്ളിക്കഴിഞ്ഞാൽ കുഞ്ഞ് കരയും. ഒരാൾ ചോക്കിംഗ് ആണെങ്കിൽ ഇയാൾ ഇങ്ങനെ കഴുത്തേൽ ഇങ്ങനെ കൈ പിടിച്ചിരിക്കും, സംസാരിക്കത്തില്ല, കണ്ണൊക്കെ തെള്ളി നാക്കൊക്കെ പുറത്തോട്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ആളെ ചെയ്ത് നമ്മൾ അയാളുടെ മുട്ടുകാലിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കാല് കയറ്റിയിട്ട് ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ്, ആ കുഴഞ്ഞു വീണ ഒരാളെ നമുക്ക് അയാൾക്ക് കാർഡിയാക്കാണോ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു നമുക്ക് അറിയാൻ വേണ്ടി ആദ്യം അയാൾ വീണ സ്ഥലത്ത് നിന്ന് അയാളൊരു സേഫായ സ്ഥലത്തേക്ക് നമ്മൾ മാറ്റിക്കിടത്തണം. അയാൾക്ക് റെസ്പോൺസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. അയാളുടെ തോളിൽ നമ്മൾ ശക്തിയായിട്ട് തട്ടി അയാളുടെ പേരറിയാമെങ്കിൽ പേരോട് കൂടിയോ അല്ലെങ്കിൽ ചേട്ടാ ചേട്ടാ എന്ന് നമ്മൾ ശക്തിയായിട്ട് നമ്മൾ വിളിച്ച് നോക്കണം. വിളിച്ച് നോക്കിയിട്ട് അയാൾക്ക് അനക്കമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തയായിട്ട് ഷൗട്ട് ഫോർ ഹെൽപ്പ്, അതായത് ഒരു ആംബുലൻസിന് വേണ്ടി നമ്മൾ കൂടിയിരിക്കുന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ ഒരാളോട് ചേട്ടാ ഒരു ആംബുലൻസ് വിളിക്കണം എന്ന് നമ്മൾ പറയണം. 3 പ്രൊസീജിയർ ഇപ്പം നമ്മൾ പറഞ്ഞാൽ DRS, ഡേഞ്ചറസ് ആയ സ്ഥലത്ത് നിന്ന് സേഫായ സ്ഥലത്തേക്ക് മാറ്റിക്കെട്ടണം. പുള്ളിക്ക് റെസ്പോൺസ് ഉണ്ടോ നമ്മൾ നോക്കണം. അതുപോലെ തന്നെ സെൻഡ് ഫോർ ഹെൽപ്പ്, ഷൗട്ട് ഫോർ ഹെൽപ്പ് നമ്മൾ ചോദിക്കണം. പുള്ളിക്ക് ഈ കൂട്ടത്തിൽ നമ്മൾ പുള്ളിക്ക് പൾസ് ഉണ്ടോ നമ്മൾ നോക്കണം. സാധാരണ നമ്മൾ റേഡിയൽ പൾസാണ് നമ്മൾ നോക്കുന്നത്, എന്നാൽ ഇവിടെ നമ്മൾ നോക്കേണ്ടത് കരോട്ടി പൾസാണ്. നമ്മുടെ തലച്ചോറിലേക്ക് 2 മെയിൻ ഞരമ്പുകളാണ് പോകുന്നത്. ഇവിടെ നമ്മൾ പിടിച്ചു നോക്കിയിട്ട് പൾസ് കിട്ടുന്നുണ്ടോ എന്നൊന്ന് നോക്കണം. 5 മിനിറ്റിനുള്ളിൽ അയാൾക്കൊരു തലച്ചോറിലേക്ക് ഈ പൾസ് രക്തം എത്തിയില്ലെങ്കിൽ അയാൾക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പൾസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? CPRലേക്ക് പോകണം. CPRലേക്ക് പോകുന്നതിന് വേണ്ടി നമ്മൾ ആരാണോ രോഗി അയാളുടെ അടുത്ത് മുട്ടുകുത്തി നമ്മൾ ഇരിക്കണം. ഇരുന്നതിന് ശേഷം അയാളുടെ ചെവി ഈ പൊസിഷനിൽ നിന്നുകൊണ്ട് അയാളുടെ നെഞ്ചോ വയറോ വികസിക്കുന്നുണ്ടോ നോക്കണം. അയാളുടെ വായിൽ ശ്വാസത്തിൻ്റെ ശബ്ദം അതുപോലെ തന്നെ ചെവി കേൾക്കാം, ഇത് ഫീലിങ്സ് ഇവിടെ കേൾക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് എന്താണ് ഇതൊന്നും കണ്ടില്ല എങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അയാൾക്ക് എന്താണ് കാർഡിയാക്കിൽ ആണ് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അയാൾക്ക് CPR കൊടുക്കണം. കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ അല്ലെങ്കിൽ ഹൃദയ ശ്വാസകോശ പുനരുജ്ജീവനം എന്ന് പറയുന്ന പ്രൊസീജിയർ നമ്മൾ കൊടുക്കണം. അതിനുവേണ്ടി രോഗിയുടെ അടുത്ത് മുട്ടുകുത്തി ഇരുന്നതിന് ശേഷം നമ്മുടെ പവർ ഹാൻഡ് ഏതാണോ ആ പവർ ഹാൻഡ് എടുത്തിട്ട് അതിൻ്റെ ഹീൽ ഓഫ് ദ പാം അത് നമ്മൾ എടുക്കണം. എന്നിട്ട് നമ്മൾ ഈ രോഗിയുടെ ഇതുകൊണ്ട് ഇവിടുന്ന് ഒരു ക്രോസ് വര വരച്ച് ഈ നിപ്പിളിൽ നിന്നൊരു ക്രോസ് വര വരച്ച് കഴിഞ്ഞാൽ ഇതെവിടെയാണോ വന്ന് സംഗമിക്കുന്നത് അതിൻ്റെ തൊട്ട് മുകളിലേക്ക് നമ്മൾ എന്താണ് ആ പവർ ഹാൻഡ് നമ്മൾ വെക്കുന്നു. അതിൻ്റെ ഹീൽ ഓഫ് ദ പാം വെക്കുന്നു. തൊട്ടടുത്തിട്ട് അടുത്ത കൈ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വെക്കുന്നു. എന്നിട്ട് നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ ആരംഭിക്കുന്നു. നമ്മൾ പിന്തുടരുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ CAB മെത്തേഡാണ് നമ്മൾ പിന്തുടരുന്നത്. അതായത് ചെസ്റ്റ് കംപ്രഷൻ, എയർവേ ഓപ്പണിങ്, ബ്രീത്തിങ് എന്ന പ്രൊസീജിയറാണ് നമ്മൾ ചെയ്യുന്നത്. നേരത്തെ ഈ മെത്തേഡ് ABC മെത്തേഡായിരുന്നു. അതായത് എയർവേ ഓപ്പണിങ്, ബ്രീത്തിങ്, ചെസ്റ്റ് കംപ്രഷൻ ആയിരുന്നു. എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നാൽ ഈ കോവിഡ് അല്ലെങ്കിൽ അതിനുശേഷം നമുക്ക് പരിചയമില്ലാത്ത ഒരാൾക്ക് ബ്രീത്ത് കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എന്തോ ചെയ്തിരിക്കുന്നത് അത് പ്രൊസീജിയർ മാറ്റി CAB മെത്തേഡിലേക്ക് ആക്കി മാറ്റിയിരിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്താണ് ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുന്നത്. ഒരു കംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സർക്കിൾ എന്ന് പറഞ്ഞാൽ 30 കംപ്രഷനും 2 റെസ്ക്യൂ ബ്രീത്തുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. കംപ്രഷൻ നമ്മൾ കൊടുക്കുമ്പം ഇത് താഴേണ്ടത് 2 ഇഞ്ച് അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്ററാണ് നമ്മളിത് താഴേണ്ടത്. ഇതിൻ്റെ താളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്പീഡും ആകരുത്, ഒരുപാട് സ്ലോയിലും ആകരുത്. കൗണ്ട് ചെയ്യുന്നത് 1 2 3 4 5 6 7 8 9 10 11 നമ്മൾ ചൊല്ലത്തില്ല. പകരം നമ്മളവിടെ 1 2 3 4 5 6 7 8 9 20 1 to 30. കാര്യം വെച്ചാൽ 11 12 13 പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമയം അത്രയും പോകും. ഡയമണ്ട് സെക്കൻഡ്സ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ആ സമയത്തുള്ളിൽ നമ്മൾ കൈ വെച്ചു നമ്മളിങ്ങനെ വെക്കുന്നു. ഇനി നമ്മൾ മുട്ടുകുത്തിയാണ് നമ്മളങ്ങനെ ഇരിക്കുന്നത്. ഇരിക്കുമ്പോൾ നമ്മുടെ അപ്പർ ബോഡിയുടെ വെയിറ്റ് മുഴുവനും നമ്മുടെ ഈ കൈകളിലേക്ക് വന്ന് നിൽക്കും. ഈ കൈക്ക് ഇനി അവിടുന്ന് മാറ്റമില്ല. അതുപോലെ തന്നെ കൈമുട്ട് വളയാനും പറ്റത്തില്ല. ഈ ഇതിനോട് ചേർന്ന് നിന്ന് അപ്പർ ബോഡിയുടെ വെയിറ്റ് മൊത്തം ഇതിലേക്ക് കൊടുത്തിട്ട് നമ്മൾ എന്താണ് കംപ്രഷൻ സ്റ്റാർട്ട് ആണ് ചെയ്യുന്നത്. 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 20 1 2 3 4 5 6 7 8 9 30. അതിനുശേഷം നമ്മൾ റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ എയർവേ ഓപ്പൺ ചെയ്യുന്നു. തല ഇച്ചിരി താടി അല്പം ഉയർത്തി അയാളുടെ വായിൽ എന്തെങ്കിലും കിടപ്പുണ്ടോ നമ്മൾ നോക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് മൂക്കടച്ചതിന് ശേഷം നമ്മൾ എന്താണ് മൗത്ത് ടു മൗത്ത് ബ്രീത്ത് കൊടുക്കാം. നമുക്ക് മൗത്ത് ടു മൗത്ത് കൊടുക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ പോക്കറ്റ് മാസ്കോ തൂവാലയോ വെച്ചിട്ട് നമുക്ക് ബ്രീത്ത് കൊടുക്കാം. ആ 2 ബ്രീത്ത് മാക്സിമം ബ്രീത്ത് കൊടുത്തതിന് ശേഷവും അദ്ദേഹത്തിന് അനക്കമില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സർക്കിൾ തുടരണം. എത്രയാണ് പിന്നെ 30 വർഷം കംപ്രഷൻ 2 റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കണം. 1 മിനിറ്റിൽ കുറഞ്ഞത് 100 മുതൽ 120 കംപ്രഷനെങ്കിലും നമുക്ക് ചെന്നിരിക്കണം. ഓക്കെ, ഇത് എപ്പോഴാണ് നമുക്ക് നിർത്തേണ്ടത്? ഒന്നുകിൽ രോഗിക്ക് ബോധം വന്നതിന് ശേഷം, 2 നമ്മൾ ആദ്യം തന്നെ ഒരു ആംബുലൻസ് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ആംബുലൻസിനകത്ത് ഇതിനുള്ള സംവിധാനം വേണം. അതായത് AED ഉള്ള ഓട്ടോമാറ്റിക് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്ററുള്ള ആംബുലൻസ് ആണെങ്കിൽ. അല്ലാതെ സാധാ ആംബുലൻസ് വന്നിട്ട് അതിനകത്ത് ഈ സംവിധാനം ഇല്ല എങ്കിൽ നമ്മൾ ആ ആംബുലൻസിനകത്ത് പുള്ളിയെ കൊണ്ടുപോകുമ്പം CPR തുടർന്നേ പറ്റത്തുള്ളൂ.
മൂന്നാമത് നമ്മൾ നിർത്തേണ്ടത് എപ്പോൾ നമ്മൾ കുഴയുന്നോ അന്നേരം നമ്മളിത് മാറിയിട്ട് അടുത്ത ആളെ കൊണ്ട് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യണം. അന്നേരം മാത്രമേ എന്താണ് ഇത് കറക്റ്റ് ആവത്തുള്ളൂ. ശരി, ഓക്കെ. അങ്ങനെ ആണെങ്കിൽ ഇതൊരു മുതിർന്ന ഒരാളാണ്, അങ്ങനെയാണെങ്കിൽ 10 മുതൽ കുട്ടിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് നമ്മൾ മുമ്പേ പറഞ്ഞു 5 സെൻറ്റിമീറ്ററാണ് താഴെന്ന് പറഞ്ഞു. നമ്മളൊരു കൊച്ചു കുട്ടിയുടെ മുകളിൽ മുതിർന്ന ഒരാൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അവൻ്റെ വാരിയിലൂടെ ശ്വാസോച്ഛത്തിൽ കയറും. അവർ കൊച്ചു കുട്ടിയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പൊസിഷനിൽ എന്താ ചെയ്യേണ്ടത്? ഒരു കൈയാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. എന്നാൽ അതേസമയം ഒരു കുഞ്ഞാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവൻ്റെ അതേ പൊസിഷനിൽ നമ്മൾ പറഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്യുന്നത്? 2 വിരലാണ് ഉപയോഗിക്കേണ്ടത്. 15 കംപ്രഷൻ 2 ബ്രീത്ത് കൊടുക്കാം, അല്ലെങ്കിൽ 30 കംപ്രഷൻ 2 ബ്രീത്ത് കൊടുക്കാം. പക്ഷേ ഇവനെ നമ്മൾ എങ്ങനെ വിളിച്ചുണർത്തും? ഇവനെ നമുക്ക് തട്ടി വിളിക്കാൻ പറ്റുമോ? തോളിൽ തട്ടാൻ പറ്റുമോ? ഇല്ല. അവിടെ നമ്മൾ കുഞ്ഞിൻ്റെ കാൽവെള്ളയിലാണ് നുള്ളേണ്ടത്. കാൽവെള്ളയിൽ നല്ലതുപോലെ നുള്ളിക്കഴിഞ്ഞാൽ കുഞ്ഞ് കരയും. ഓക്കെ ആണല്ലോ, ഇതിനകത്തൊന്നും കുഴപ്പമൊന്നുമില്ല. ഇനി കുഞ്ഞിന് ചോക്കിംഗ് ആണ് വന്നതെന്ന് വിചാരിക്കുക, കുഞ്ഞിൻ്റെ തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങി, അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ വരികയാണെങ്കിൽ നമ്മളാണ് ഇതുപോലെ കസേരയിലോട്ട് ഇരുന്നിട്ട് നമ്മുടെ കാൽമുട്ട് താത്തി വെച്ചേക്കണം. എന്നിട്ട് അവൻ്റെ വായിൽ 2 വിരൽ വെച്ചിട്ട് മാക്സിമം താത്തിട്ടിട്ട് അവൻ്റെ ഷോൾഡർ ബ്ലേഡുകൾക്കിടയിൽ നമ്മൾ ഈ ഹീൽ ഓഫ് ദ പാൻ വെച്ചിട്ട് സ്ലാപ്പിംഗ് മെത്തേഡ് 5 അടി ഇങ്ങനെ നമ്മൾ കൊടുക്കുക. അങ്ങനെ കൊടുക്കുക എന്നുണ്ടെങ്കിൽ എന്താണ് ആ സാധനം പുറത്തേക്ക് വരും. ഇനി അതൊരു കുട്ടിയോ പ്രായമുള്ള ഒരു മുതിർന്ന ഒരാളാണെങ്കിൽ അങ്ങനെ അയാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയാളെ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ അയാളെ ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മുതിർന്ന ഒരാൾ, ഇയാൾക്ക് ചോക്കിങ്ങിൻ്റെ ലക്ഷണം കൊണ്ടേ. ചോക്കിങ്ങിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ, ഒരാൾ ചോക്കിങ് ആണെങ്കിൽ ഇയാൾ ഇങ്ങനെ കഴുത്തേൽ ഇങ്ങനെ കൈ പിടിച്ചിരിക്കും, സംസാരിക്കത്തില്ല, കണ്ണൊക്കെ തെള്ളി നാക്കൊക്കെ പുറത്തോട്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ആളെ ചെയ്ത് നമ്മൾ അയാളുടെ മുട്ടുകാലിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കാല് കയറ്റിയിട്ട് ഒരു കൈ കൊണ്ട് അയാളെ ചുറ്റിപ്പിടിക്കും. എന്നിട്ട് മാക്സിമം നമ്മൾ കുനിച്ചങ്ങ് നിർത്തിയതിന് ശേഷം ഈ 2 ഷോൾഡർ ബ്ലേഡുകൾക്കിടയിലേക്ക് നമ്മൾ ഈ പറഞ്ഞ ഹീൽ ഓഫ് ദ പാൻ മെത്തേഡ്, സ്ലാപ്പിംഗ് മെത്തേഡ്, അതായത് നമ്മൾ ഇങ്ങനെ ശക്തിയായിട്ട് 5 അടി നമ്മൾ അടിക്കണം. സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു സാധനമാണെങ്കിൽ പുറത്തേക്ക് വരും. എന്നിട്ടും വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പവർ ഹാൻഡ് എടുത്തിട്ട് അയാളുടെ പൊക്കിളിന് നേവലിന് മുകളിലേക്ക് നമ്മളിങ്ങനെ വെക്കും. അടുത്ത കൈ കൊണ്ട് നമ്മൾ എന്താണ് ഇതിലേക്ക് ഇങ്ങനെ വെക്കും. അതിനുശേഷം അകത്തേക്ക് മുകളിലേക്കും എന്ന് പറ്റില്ല, അതായത് ഒരു ജെ ടൈപ്പിലേക്ക് നമ്മൾ അകത്തോട്ടൊരു പ്രഷർ, മുകളിലേക്കൊരു പ്രഷർ, അങ്ങനെ നമ്മൾ ഹെംലിച്ച് മാനുവർ ഒരു 5 എണ്ണം ചെയ്യണം. സ്വാഭാവികമായിട്ട് സാധനം പുറത്ത് വരും. എപ്പോൾ പുറത്ത് വരുന്നു അതുവരെ ഈ പ്രൊസീജിയർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, CPR ചോക്കിങ്.